വയനാട് പുൽപ്പള്ളിയിൽ മദ്യവും തോട്ടയും പിടികൂടിയ കേസിൽ തങ്കപ്പൻ നിരപരാധിയാണെന്ന് തങ്കച്ചൻ നിരപരാധിയാണെന്ന് പോലീസ്. റിമാൻഡിൽ കഴിയുന്ന തങ്കച്ചനെ വെറുതെ വിടാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചു. യഥാർത്ഥ പ്രതിയായ പ്രസാദ് കർണാടകയിൽ നിന്ന് മദ്യം വാങ്ങിയ തെളിവുകൾ പോലീസിന് ലഭിച്ചതോടുകൂടിയാണ് തങ്കച്ചന്റെ നിരപരാധിത്വം ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പതുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സുർജിത്ത്, ഈ തങ്കച്ചൻ നിരപരാധിയാണ് എന്നാണല്ലോ പോലീസ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ പ്രതിയെ പോലീസിന് പിടികൂടാനായോ? എന്താണ് അതിന്റെ മറ്റു വിശദാംശങ്ങൾ? GK ഒരു പ്രതിയിൽ ഒതുങ്ങില്ല ഇത്. കാരണം കൂടുതൽ പേർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണമാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കഴിഞ്ഞ മാസം 22-നാണ് പെരിക്കല്ലൂർ കാനാട്ട് മലയിൽ തങ്കച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മഫ്തിയിലെത്തിയ പോലീസ് സംഘം കാർപോർച്ചിൽ നിന്ന് മദ്യവും 15ഓളം തോട്ടകളുമാണ് കണ്ടെത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 17 ദിവസമായി റിമാൻഡിലാണ് ഈ ഗൃഹനാഥൻ കൂടിയായ തങ്കച്ചൻ. ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപിച്ച് കുടുംബം നൽകിയ പരാതിയിലാണ് വലിയ വഴിത്തിരിവുണ്ടായിട്ടുള്ളത്. തോട്ടകളും മദ്യവും വീട്ടിലെത്തിച്ച് തങ്കച്ചനെ കുടുക്കിയത് മരക്കടവ് സ്വദേശിയും നിർമ്മാണ കോൺട്രാക്ടറുമായ പ്രസാദ് ആണെന്ന് വ്യക്തമായി. പ്രസാദിനെ പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുള്ളംകൊല്ലിയിലെ കോൺഗ്രസിനകത്തെ സംഘടനാ പ്രശ്നങ്ങളാണ് ഇതിന് കാരണം എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണമാണ് ലഭിക്കുന്നത്. കാരണം നേരത്തെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ പങ്കെടുത്ത യോഗത്തിൽ ഒരു വാക്പോരും തുടർന്നൊരു കയ്യാങ്കളിയുടെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട തർക്കം ഒരു വിഭാഗം ആളുകൾ ഈ കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് കൂടിയായ തങ്കച്ചനെ ജയിലിൽ കിടത്തുമെന്ന് അന്ന് തന്നെ പ്രഖ്യാപിച്ചതാണ്. അതിന് സമാധാനമായ രീതിയിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ബോധപൂർവം തോട്ടയും മദ്യവും വീടിന്റെ കാർപോർച്ചിലുള്ള കാറിനകത്ത് കൊണ്ടുവയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ തങ്കച്ചൻ നിരപരാധി എന്ന് ബോധ്യപ്പെട്ടതോടെ ഇദ്ദേഹത്തെ വിട്ടയക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. മുള്ളംകൊല്ലിയിൽ ഈ ഉണ്ടായിട്ടുള്ള സംഘടനാ പ്രശ്നങ്ങളുടെ തുടർച്ചയാണ്, കോൺഗ്രസിനകത്തെ സംഘടനാ പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് ഇത്തരത്തിലൊരു കൃത്യത്തിന് കാരണം എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. കൂടുതൽ പ്രാദേശിക നേതാക്കളിലേക്ക് അന്വേഷണം എത്തും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ആണ് വിവരങ്ങൾ നൽകിയത്. അദ്ദേഹം ഈ തങ്കച്ചൻ എന്ന് പറഞ്ഞ ആള് 10-17 ദിവസം ജയിലിൽ കിടന്നു. അപ്പൊ ഈ അദ്ദേഹം കിടന്ന ഇപ്പം നിരപരാധിയാണെന്ന് മനസ്സിലായി ഈ കുറ്റവാളികളെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ 17 ദിവസം കിടന്നതിന് ആരും ഉത്തരം പറയും? അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇയാൾക്ക് വേണ്ടുന്ന രീതിയിൽ പോലീസുകാർ ഇക്കാര്യം അന്വേഷിക്കാതെയാണ് ഇദ്ദേഹത്തിനെ പിടിച്ച് FIR ഇട്ടതും ഇദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് ഇങ്ങനൊരു പണിഷ്മെൻറ്റ് വാങ്ങിച്ചു കൊടുത്തതെന്ന് അറിയുന്നു. ഇങ്ങനെ ഒരുപാട് ഇപ്പോൾ ചാലക്കുടിയിലെ ഷീല സണ്ണി, ഇങ്ങനെ എത്രയോ ആൾക്കാർ നിരപരാധികളായിട്ടും ജയിലിൽ കിടക്കേണ്ടി വരുന്നു. ഇവിടെ നിരപരാധിത്വം പോലും ഈ ജയിലിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് തെളിയിക്കാൻ കഴിയാതെ പോകുന്നു. അതൊക്കെ ഒരു നമ്മുടെ നീതിബോധത്തെയും അതേപോലെ തന്നെ നമ്മുടെ നിയമ വ്യവസ്ഥയൊക്കെ വെല്ലുവിളിക്കുന്ന കാര്യം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.